പച്ചമുളകിൻ്റെ അച്ചാർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പച്ചമുളക് എരിവുള്ളത് 2-3 എണ്ണം, എരിവില്ലാത്ത മുളക് നെടുകെ പിളർന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റണം. അപ്പോൾ കുറച്ച് ഉപ്പിടുക. ആദ്യം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് വാടിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ഉപ്പിടുക. അത് നമ്മുടെ ആവശ്യത്തിന്. ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക. അതിനുശേഷം 2 സ്പൂൺ കടുകൊന്ന് ചതച്ചിടുക. നന്നായിട്ട് ചതച്ചെടുക്കുക. പകുതി വഴറ്റി കഴിയുമ്പോൾ, അതായത് മുഴുവൻ നന്നായിട്ട് വഴറ്റണ്ട, പകുതി വഴറ്റി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ 2 സ്പൂൺ കായം പൊടിച്ചതല്ല, സോറി, കടുക് പൊടിച്ചത്, പിന്നെ കുറച്ച് ഒരു പകുതി നാരങ്ങ നീര്. അയ്യോ, കുരു വീഴാതെ നോക്കണം കേട്ടോ. ഒരു കുരു വീഴും. പകുതി നാരങ്ങ, 2 സ്പൂൺ കടുക്. തീ ഓഫ് ചെയ്യുക. കുറച്ചെണ്ണ. അങ്ങനെ മുളകച്ചാർ റെഡി. റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ കായവും ഇടാം കേട്ടോ. ഞാൻ കായം ഇട്ടില്ല. സാധാരണ ഈ മുളക് അച്ചാറിന് കായം ഇടാറില്ല. എരിവുള്ള മുളക് 2-3 എണ്ണം, പിന്നെ എരിവില്ലാത്ത മുളകും അറ്റം പിളർന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റുക. അത് നന്നായിട്ട് വഴറ്റണ്ട, ഒരു പകുതി വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം 2 സ്പൂൺ കടുക് പൊടിച്ച് കടുക് പൊടിച്ചിടുക. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് എണ്ണ ഒഴിക്കുക. അതിന് ശേഷം നാരങ്ങാനീര് ഒഴിച്ചിട്ട് തണുത്തതിന് ശേഷം അടച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അത് 1 മാസം വരെ വേണമെങ്കിൽ കേടുകൂടാതിരിക്കും. അപ്പോൾ അന്ന് തന്നെ കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ. 2 ദിവസം, ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.